കൊണ്ടുവന്നിട്ട് ഇപ്പൊ 5-6 ദിവസമായല്ല. 5-6 ദിവസമായോ? മമ്മക്ക ഇന്നും അവളെ അവിടെ കൊണ്ടുവന്നല്ലോ. എന്നാ അവര് സ്റ്റേഷനിൽ ചായ വെക്കിടത്ത് കൊണ്ടുപോയി കാണും. ഇല്ലല്ലോ, ഞാൻ അവിടെ അന്വേഷിച്ചിട്ടാണല്ലോ വരുന്നത്. പിന്നെ അവരെവിടെ കൊണ്ടുപോകാനാണ്? രാഘവന് നേരത്തെ ഡ്യൂട്ടി കഴിഞ്ഞു. അവൻ വീട്ടിൽ വരുന്നതിന് മുമ്പേ കുട്ടീനെ അവിടെ കൊണ്ടാക്കണം. നാളെയും കൊണ്ടുവരണേ മമ്മക്ക. നമ്മൾ എന്തും കൊണ്ടുവരാൻ മോളെ, പക്ഷെങ്കിൽ നമ്മൾ തീക്കറിയാണ് കളിക്കുന്ന ഓർമ്മ വേണം. റാണിയെ കാണാതെ എനിക്കൊരു നിമിഷം പോലും കഴിയാൻ പറ്റില്ല എന്ന് മമ്മൂക്കയ്ക്ക് അറിയാലോ. അത് ഞമ്മക്ക് അറിഞ്ഞൂടെ കുഞ്ഞെ. ബാ മോളെ ബാ. താൻ ഇത്രയും കാലം എന്നെ വഞ്ചിക്കായിരുന്നു അല്ലേ? രാഘവ, നീ എല്ലാം ഒളിച്ചു വെച്ചിട്ടും സത്യം എന്താണെന്ന് നമ്മൾ അറിഞ്ഞു. പെറ്റ തള്ളേന്റെ അടുത്ത് കുട്ടീനെ കൊണ്ടുവന്ന തെറ്റാണ്. തള്ളയെ എടുത്ത് കൊണ്ടുവിടാൻ തന്നോട് ഞാൻ ആവശ്യപ്പെട്ടോ? ഇല്ല, പക്ഷെങ്കില് ഈ കുട്ടീന്റെ പേരിൽ രാഘവനോട് അത്രയും അവകാശം സാവിത്രി കുട്ടിക്കുണ്ട്. മമ്മൂക്ക മനസ്സിലാണ്. കൊണ്ടുവരണമെന്ന് പറഞ്ഞാലും നമ്മൾ ഈ കുട്ടീനെ ഇവിടെ കൊണ്ടുവരും. നീ എന്തായി കാണിച്ചത്? നമ്മൾ ഈ കുട്ടീനെ ഇവിടെ കൊണ്ടുവന്നതിനാണ് നമ്മളെ തല്ലിയത്. ഇവിടെ കൊണ്ടുവന്നതിന്? അതെ, എന്റെ കുഞ്ഞിനെ ഇവിടെ കൊണ്ടുവരാൻ പാടില്ല. എന്റെ വീട്ടിൽ നിന്റെ കുഞ്ഞിനെ കൊണ്ടുവരാൻ പാടില്ലേ? എന്താ കാരണം? നിന്റെ ഭാര്യ വേശ്യയായതുകൊണ്ട്. എന്ത് പറഞ്ഞടാ? അയ്യോ, അവരെ പിടിച്ച് മാറ്റൂ. വേണ്ട, അവർ തമ്മിൽ തള്ളിട്ട് തള്ളിട്ട്. നമ്മൾ പിടിച്ചു മാറ്റാൻ വരുമെന്ന് വിചാരിച്ചു. നിങ്ങൾ അടിച്ച ഓരോ അടിയും നമ്മുടെ സംഘടന ഏറ്റത്. ഈ കഥ അവസാനിക്കണമെങ്കിൽ നിങ്ങൾ തമ്മിൽ അടിച്ചു പിരിഞ്ഞേ പറ്റൂ. മമ്മുക്ക, നിങ്ങൾക്കറിയാമോ, സാവിത്രി കുട്ടി രാഘവന്റെ ഭാര്യയാണ്. അവന് അവളിലുണ്ടായ കുട്ടിയാണ് റാണി. മമ്മുക്ക, നിങ്ങൾക്ക് വിശ്വാസമാണില്ലേ? രാഘവനും ബാലനും നമുക്ക് ഉയരും ഉടലും പോലെയാണ്. ഇനി ഇത് ഒളിച്ചു വെച്ചാൽ കൂടുതൽ അപകടം ഉണ്ടാവും. അതാണ് നമ്മളെല്ലാം തുറന്നു പറഞ്ഞത്.
ഞാൻ കേട്ടതെല്ലാം സത്യമാണ്. ഓഹോ, എന്റെ കുഞ്ഞിനെ കണ്ടെത്തുന്നവൻ ജീവിക്കാൻ വേറെ ഒരു വഴിയുമില്ലാത്തതുകൊണ്ടാണ് ഞാനെല്ലാം ഒളിച്ചു വെച്ചത്. എങ്ങോട്ടാടാ ഈ അണിഞ്ഞൊരുങ്ങി എഴുന്നള്ളത്ത്? നിന്റെ അമ്മയെ കെട്ടിക്കാൻ. നാറി, നീ ഇട്ടിരിക്കുന്ന ഉടുപ്പും പൂശിയിരിക്കുന്ന സെന്റും എന്റെ ശരീരം വിറ്റ കാരണടാ. ചവിട്ടിയാൻ നാറി കളിക്കളെ. ചുടയുണ്ടെങ്കിൽ ചവിട്ടടാ. ചവിട്ടാതെ തന്നെ നിനക്ക് വേണ്ടി എത്രയോ തവണ കടക്കവളാണ് ഞാൻ. നിന്നെ ഞാൻ കൊല്ലടാ. ഞാൻ പുഴുത്ത നാറിയവളാ. എനിക്കിനി മരിക്കാൻ പേടിയില്ല. നീ എന്നെ കൊല്ലേ. പോടാ, പൊയ്ക്കോ. പക്ഷേ ഞാൻ ഇവിടെ തന്നെ ഉണ്ടായിരിക്കും. നിന്റെ ശവം കണ്ടിട്ട് ഞാൻ മരിക്കൂ. ഭാസ്കർ, എന്താ ഈ രാത്രിയിൽ? സാറിനൊന്ന് കാണാൻ വന്നതാണ്. സാറിനെ പോലെ ഒരു വലിയ മനുഷ്യൻ അവിടെ വന്ന് ഈ വാറ്റുചാരായം കുടിക്കുന്ന കണ്ടിട്ട് വലിയ വിഷമം. സത്യം പറഞ്ഞാൽ കിടന്ന് തുറക്കം വന്നില്ല സാർ. വിസ്കിയും ബ്രാൻഡിയും എല്ലാം കഴിച്ച കാലം മറന്നു ഭാസ്കർ. ഇന്ന് ഞാൻ കയ്യിൽ കിട്ടിയത് എന്തും കുടിക്കും. അത് വേണ്ട സാറേ, ഇന്നു മുതൽ സാറിന് ആവശ്യമുള്ളത് ഞാൻ കൊണ്ടുതരാം. ഞാൻ എന്തെങ്കിലും ചോദിക്കുമെന്ന് പേടിച്ച് ഒഴിഞ്ഞു മാറുന്നവരാണ് എല്ലാം. ഇതൊന്ന് കഴിച്ചേ സാറേ. ഡാനിയൽ സാർ പണ്ടത്തെ പോലെ സന്തോഷമായി ചിരിക്കുന്നത് എനിക്കൊന്ന് കാണണം. ബ്ലാക്ക് ആൻഡ് വൈറ്റ് വിസ്കി. I can't believe my eyes. റോയായിട്ട് കത്തിക്ക് സാറേ. സായിപ്പേ, സായിപ്പേ, സായിപ്പേ. മോളെ, ഇനി ഞാൻ കുടിക്കില്ല. കുടിയാണ് നീ നിലയിൽ എത്തിച്ചത്. അവന് ഞാൻ
ഹാജി സാഹിബിന്റെ പേരിൽ കള്ളക്കേസ് ഉണ്ടാക്കിയവന്മാർ അറസ്റ്റ് ചെയ്തുകൊണ്ട് കണ്ടോ? വഞ്ചിക്കുകയും ചതിക്കുകയും ചെയ്യുന്ന ദൈവം ഒരിക്കലും വിടില്ല സാറേ. സാഹിബ് നിരപരാധിയാണെന്ന് കോടതി തെളിഞ്ഞു. സസ്പെൻഷൻ കാലത്ത് ശമ്പളം വാങ്ങുവാനും ഉദ്യോഗത്തിൽ പ്രവേശിക്കാനും ഉത്തരവ് വന്നു. പക്ഷെ എന്ത് ചെയ്യാം, അത് അനുഭവിക്കാനുള്ള ഭാഗ്യം അദ്ദേഹത്തിന് ഉണ്ടായില്ല. മോളെ, അച്ഛൻ ഡ്യൂട്ടിക്ക് പോകാൻ സമയമായി. മോൾ ഇവിടെ ഇരുന്നോളൂ. വേണ്ട മോളെ, അവരാരും നല്ലവരല്ല. മോക്ക് അച്ഛൻ റൊട്ടിയും പാലും എല്ലാം ഇവിടെ വെച്ചിട്ടുണ്ടേ. വൈകുന്നേരം വരുമ്പം ചോക്ലേറ്റ് മുട്ടായി എല്ലാം കൊണ്ടുവരാം. എന്നിട്ട് നമുക്ക് സിനിമ കാണാനും പാ. അച്ഛൻ മുറി പുറത്തുനിന്ന് പൂട്ടിച്ചാ പോകുന്നേ. മോളിവിടെ കിടന്നോളണം. അപ്പോഴത് പറയാവുന്നല്ല. എന്താ എന്തെങ്കിലും ചെയ്യട്ടെ, നമുക്ക് നോക്കാം. മോനെ, മോളെ, അമ്മ വിചാരിച്ച് മോള് വരില്ലെന്ന്. അമ്മേ, അച്ഛനെ മുറിയിൽ പൂട്ടിയിട്ടു. ഞാൻ ജനവരി ഇറങ്ങി അച്ഛൻ കാണാതെ ഓടിപ്പോന്നു. പൊന്നു മോളെ, പെറ്റ തള്ളേന്റെ അടുത്ത് ഞമ്മള് കുഞ്ഞിനെ കൊണ്ട് വിട്ടതിന് നീ ഞമ്മളെ തല്ലി. ഇപ്പൊ എങ്ങനെ ഇരിക്കുന്നു രാഘവ? പാതാളത്തിൽ കൊണ്ട് അടച്ചിട്ടാലും പെറ്റ തള്ളേന്റെ അടുത്ത് കുഞ്ഞു പോകും. അതാണ് മുലപ്പാലിന്റെ വലിപ്പം. അച്ഛനെ, സായിപ്പിന്റെ മോള് ബാലിന്റെ വീട്ടിലുണ്ട്. ഇന്ന് അവൾ അവിടെ നിന്ന് പൊക്കണം. നീ ഒരു കാര്യം ചെയ്യും, നമ്മുടെ ശില്പന്തികൾ 3-4 പേരെ വിളിച്ച് ആ മാന്തോപ്പിന്റെ അടുത്ത് വന്നേക്കാം. ശരി. എന്റെ ഭർത്താവിന്റെ അടുത്തേക്ക് പോകാൻ ബാലേട്ടൻ എന്നെ നിർബന്ധിക്കുന്നു. പക്ഷേ ആ പടിക്കൽ ഞാൻ പോവില്ല. വേറെ എവിടെയെങ്കിലും പോകാന്ന് വെച്ചാൽ എനിക്ക് എന്റെ കുഞ്ഞിനെ കാണാൻ കഴിയാതെ വരും. നീയോ? അതേടി, ഞാൻ തന്നെ. നീ ഇവിടെ വന്ന് പറ്റിയോ? നിനക്ക് എന്ത് വേണം? നിന്നെ കൊണ്ട് എനിക്കൊരു പുല്ലും വേണ്ട. ഞാൻ വന്നത് ഇവളെ കൊണ്ടുപോകാനാണ്. ചേച്ചി, ഏത് ചേച്ചി ഉണ്ടെങ്കിലും നിന്നെയും കൊണ്ടേ ഞാൻ പോകും. ചേച്ചി, നീ പേടിക്കാതെ ഡേസി. എന്റെ ജീവനുള്ളപ്പോ നിന്നെ ഒരുത്തനും കൊണ്ടുപോകില്ല. ഭാസ്കരൻ നിനക്ക് നല്ലപോലെ അറിയാമല്ലോ. മാറി നിൽക്കും. ചേച്ചി, തൊട്ടുപോകരുത്. ജീവൻ വേണമെങ്കിൽ ഇവിടെ ഇറങ്ങിപ്പോ, ഇല്ലെങ്കിൽ നിന്റെ ശവം അവിടെ വീഴും. നീ അവളെ വിട്ടുതരില്ലല്ലേ?
ഇല്ലടാ. എന്നാൽ ഞാനിരിക്കുന്ന സ്ഥലത്ത് നീ അവളെ കൊണ്ടുതരും. നിന്റെ തന്ത കൊണ്ടുതരും. കുഞ്ഞിനെ കൊണ്ടുപോകുന്നു. അയ്യോ മോളെ, മോളെ, അയ്യോ എന്റെ മോള്, മോളെ.
ഇതാ കുഞ്ഞിനെ ഞാൻ ഏൽപ്പിക്കുന്നു. ഇവൾക്ക് എന്നെക്കാൾ ആവശ്യം അമ്മയാണ്. രാഘവ നിൽക്ക്. നിന്റെ ഭാര്യയും കുഞ്ഞും നിന്നോടൊന്നിച്ചാണ് കഴിയേണ്ടത്. ഇനിയോ നടക്കില്ല. എന്റെ ഭാര്യയായിരുന്ന അവൾ ഇന്ന് നിന്റെ ഭാര്യയാണ്. എന്താടാ പറഞ്ഞത്? സാവിത്രി എന്റെ ഭാര്യയെന്ന്? എടാ, നമ്മൾ ഒരു പാത്രത്തിൽ കൊണ്ട് കഴിഞ്ഞിട്ടും നീ എന്നെ ഇതുവരെ മനസ്സിലാക്കിയിട്ടില്ലല്ലേ? സാവിത്രി എന്റെ സഹോദരിയാണടാ. ഒരു പ്രത്യേക ചുറ്റുപാടിൽ ഞാൻ അവൾക്ക് അഭയം കൊടുത്തു. എന്റെ തെറ്റുകളെപ്പോലും അവൾ തിരുത്തിയതാണടാ. നീ പറയുന്നത് സത്യമാണ് ഞാൻ പറയുന്നത്. നീ അവളെ ഉപേക്ഷിച്ചതും വെറും തെറ്റിദ്ധാരണയുടെ പേരിലാണ്. ഈയിടെയാണ് എനിക്കെല്ലാം മനസ്സിലായത്. സാവിത്രി വരൂ, ഇങ്ങോട്ട് മാറി നിൽക്ക്. ഇതാ രാഘവ, എന്റെ പെങ്ങളെയും കുഞ്ഞിനെയുമാണ് നിന്നെ കൽപ്പിക്കുന്നത്. നീ ഇവരെ വിളിച്ചുകൊണ്ട് പോകണം. നിങ്ങൾ ഒരുമിച്ച് ജീവിക്കണം. സാവിത്രി, എന്നോട് ക്ഷമിക്കൂ. പഠിച്ചോനെ, എന്താ നമ്മളീ കാണുന്നത്? രണ്ടിലൊന്ന് തീർന്ന ഈ കഥ അവസാനിക്കുന്നത് നമ്മൾ വിചാരിച്ചത്. ഇല്ല മമ്മുക്ക, ഞങ്ങളുടെ ജീവിതം കരിപുരണ്ടതാണ്. പക്ഷേ ഹൃദയം കളങ്കമറ്റതാണ്. എന്നാൽ ഇനി ഒന്നുകൂടെ നടക്കാനുണ്ട്. ദേശിക്കുട്ടി, ബാല, സായിപ്പ് പോയി. നമ്മുടെ കൈകൊണ്ട് അവരുടെ മോളെ നിന്നെ ഏൽപ്പിക്കാനാണ് പടച്ചോൻ വിധിച്ചത്. ഇതാ എടാ, ഞങ്ങൾ രണ്ടുപേരും കൂടി ഇന്ന് നിന്റെ വീട്ടിൽ ആഹാരം കഴിക്കാൻ വരും. തീയിൽ വെക്കണോടാ. പടച്ചോനെ, തീയതി വെക്കുകയാണെങ്കിൽ നമ്മുടെ സൈലമേക്കളെ കൂട്ടിക്കൊണ്ട് വരാം. ഓണ്ട പാത്രത്തിന്റെ കേടെല്ലാം തീർന്ന് നല്ല തീയതി കൂട്ടുകയാണെങ്കിൽ നല്ലൊരു ആൺകുട്ടിയെ പ്രസവിക്കുമെന്നാണ് ഡാക്ടർ പറഞ്ഞത്.